ഫിൻജാൽ ചുഴലിക്കാറ്റിൽ മരണം 9 തമിഴ്നാട്ടിൽ. പുതുച്ചേരിയിലും ചെന്നൈയിലും 4 പേർ വീതവും തിരുവള്ളൂരിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയും മരിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായി ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ ഇപ്പോഴും റെഡ് അലർട്ട് തുടരുകയാണ്. പുതുച്ചേരിയിൽ 4ഉം തിരുവള്ളൂരിൽ 1 മരണവുമാണ് ഇന്നുണ്ടായത്. പുതുച്ചേരിയിൽ വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങിയപ്പോഴാണ് 2 മൃതദേഹം കണ്ടെത്തിയത്. 2 പേർ ഷോക്കേറ്റ് മരിച്ചു. തിരുവള്ളൂരിൽ വീടിന്റെ ഭിത്തിയിൽ നിന്ന് ഷോക്കേറ്റ സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ചെന്നൈയിൽ ഇന്നലെ 4 പേർ ഷോക്കേറ്റ് മരിച്ചിരുന്നു. ഇന്നലെ രാത്രി കരതൊട്ട ഫിൻജാൽ ചുഴലിക്കാറ്റ് ദുർബലമായ ന്യൂനമർദ്ദമായി മാറി. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലുമാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനു ശേഷം ശക്തമായി മഴ പെയ്തത്. വീടുകളിൽ കുടുങ്ങിയവരെ NDRF, SDRF സംഘങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പുതുച്ചേരിയിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി. വിഴിപ്പുറത്തും കടലൂരിലുമായി 58 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1373 പേരാണ് കഴിയുന്നത്. 11 വീടുകൾ ഭാഗികമായി തകർന്നു. റോഡുകളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. നിരവധി കന്നുകാലികൾ ചത്തു. മന്ത്രിമാരായ സെന്തിൽ ബാലാജിയും SS ശിവശങ്കറും ക്യാമ്പ് ചെയ്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. വിഴിപ്പുറത്തും കടലൂരിലും പുതുച്ചേരിയിലും പല ഭാഗങ്ങളിലും വൈദ്യുതിയില്ല. വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങിയതോടെ ചെന്നൈയിലെ ക്യാമ്പുകളിൽ നിന്ന് ഭൂരിഭാഗം പേരും വീട്ടിലെത്തി. 26,000 പേർക്ക് ഇന്ന് അമ്മ ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം വിതരണം ചെയ്തു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും മഴബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു. ചെന്നൈ എയർപോർട്ടിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും പ്രവർത്തനം സാധാരണ നിലയിലായിട്ടുണ്ട്. കടലൂർ, വിഴുപ്പുറം, തിരുവള്ളൂർ, കള്ളക്കുറിച്ചി, കൃഷ്ണഗിരി ജില്ലകളിലും പുതുച്ചേരിയിലും നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.